എത്ര വട്ടം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വിശ്വാസത്തോടെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തെടുത്തോ? അതാണ് എൻ്റെ യഥാർത്ഥമായ വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ലാസറിന്റെ ഉത്ഥാനത്തെക്കുറിച്ച്, ഉയർപ്പിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ? ലാസറിന്റെ. അപ്പൊ ലാസറിന്റെ ജീവിതത്തിൽ ഉത്ഥാനം സംഭവിച്ചതിന്റെ പിന്നിലുള്ള, ഉയർപ്പ് സംഭവിച്ചതിന്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ തന്നെ ചില വിഷയങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ ഒരു വിടുതൽ പ്രാപിക്കാനും ഒരു ഉത്ഥാനം പ്രാപിക്കാനും ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ചില മനോഭാവങ്ങൾ ലാസറിൻ്റെ ഉയർപ്പിലൂടെ ഈശോ ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് പഠിപ്പിക്കുന്നതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചില കാര്യങ്ങൾ ആദ്യ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ട് നാളത്തെ ദിവസം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ വചനത്തിലൂടെ കണ്ടെത്തും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ വചനത്തിലൂടെ നാളത്തെ ദിവസം കണ്ടെത്താൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ ഒരു ഉത്ഥാനം ചെയ്ത അനുഭവത്തിലേക്ക്, ഈ പറയുന്ന ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് ലാസർ പ്രവേശിച്ചപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ച ചില വിഷയങ്ങൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഉത്ഥാനം പ്രാപിക്കാൻ ആവശ്യമായ ചില ഘടകങ്ങളാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4-ാം ദിവസം, 3 ദിവസം കഴിഞ്ഞു. ലാസർ സംസ്കരിച്ച് അവൻ അടക്കപ്പെട്ടു, അല്ലെ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 4 ദിവസമായി. മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 4 ദിവസമായി. മരിച്ച സമയത്തല്ല ഈശോ വന്നത്, മരിച്ച് അടക്കം ചെയ്തിട്ട് 4 ദിവസമായി. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുമ്പോൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ഇടക്കാല ആശ്വാസത്തിന് കയറിക്കൊണ്ടിരുന്ന ഭവനമാണ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം. ആ പോകുന്ന വഴിക്കാണ്, നമുക്ക് ജെറുസലേം പോകും അറിയാം, 4-5 പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മർത്തായുടെയും മറിയത്തിൻ്റെയൊക്കെ ആ ഭവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പോൾ അവിടെ വളരെ കംഫർട്ടബിളായിട്ട് കയറി ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് റിഫ്രഷ്മെൻ്റ് ഒക്കെ നടത്തിയൊക്കെ പോയിക്കൊണ്ടിരുന്ന, അല്ലെ വിദേശത്തൊക്കെ പോകുമ്പോൾ പെട്രോൾ പമ്പുകളുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചൊക്കെ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണം, റെസ്റ്റ് ചെയ്യാം, പെട്രോൾ അടിക്കാം, ചായ കുടിക്കാം, സകല കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ ക്രമീകരിച്ചു എന്ന് പറയുന്ന പോലെ ഈശോയ്ക്ക് ഇങ്ങനെ തൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഇടക്കാല ആശ്വാസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലാസറിൻ്റെ ഭവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലാസറിനെയും മർത്തായെയും മറിയത്തെയും യേശു ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? യേശു ലാസറിനെയും മർത്തായെയും മറിയത്തെയും ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ വചനമുണ്ട്. 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം വായിച്ചാൽ മതി. 11-ന്റെ 5. അപ്പോൾ ആ സംശയം അങ്ങോട്ട് മാറും. ഈ പച്ച നുണ പറയുന്നതാണോ, ചുമ്മാ പറയുന്നതാണോ? അവിടെ റിഫ്രഷ്മെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു, സ്നേഹമൊന്നുമില്ലായിരുന്നു. അവിടെ പറയാണ്, യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഈ കുടുംബത്തോട് യേശുവിന് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. ഇനി എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളോ കുടുംബാംഗങ്ങളോ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ എന്തെങ്കിലും അപകടം ഉണ്ടായി, അസ്വസ്ഥ ഉണ്ടായി, രോഗം വന്നു, ഓപ്പറേഷൻ വേണം, അങ്ങനൊരു കേൾവി, അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കാനിട വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് മകനൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് ഇവിടെ ഹോസ്പിറ്റലിലുണ്ടോ ഉണ്ടെന്ന് വിചാരിക്കുക, ഇട്ടേക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വാർത്തയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഈ പരിപാടി പോലും അവസാനിപ്പിക്കാൻ നിങ്ങൾ നിൽക്കുകയല്ല, നിങ്ങൾ ഇറങ്ങി ഓടും. ഇല്ലെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ആരുമില്ല. ഇല്ല, നമ്മൾ ഇറങ്ങി ഓടും. ഞങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. ഞാനത് ബഹുമാനപ്പെട്ട കാര്യച്ചൻ ശനിയാഴ്ച കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. കൺവെൻഷൻ തൊട്ട് മുമ്പാണ്. അന്ന് വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അച്ഛൻ അറിയുന്ന അച്ഛൻ്റെ അമ്മ മരിച്ചുവെന്ന്. അമ്മ മരിച്ചു അവിടെ കിടക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട കാര്യച്ചൻ ശനിയാഴ്ചത്തെ കൺവെൻഷൻ മുഴുവൻ കുർബാനയും വചന ശുശ്രൂഷയും ആരാധനയും എല്ലാം നടത്തിയിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് പോകുന്നത്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, ഇറങ്ങി ഓടാൻ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നിൽക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കേട്ട ഉറപ്പാണ് ഇപ്പം തന്നെ
ഈ പരിപാടി മുഴുവിപ്പിക്കാതെ തന്നെ ഇറങ്ങി ഓടും. സ്വാഭാവികമാണ്. കാരണം എന്താ? സ്നേഹം നമ്മളെ അതിന് നിർബന്ധിക്കുന്നു. നമുക്ക് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ട്, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായി എന്ന് കേട്ടാൽ, അത് നമ്മളെയും വല്ലാതെ കണ്ട് ഭാരപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു. അപ്പോൾ ഇവിടെ യേശു താൻ സ്നേഹിച്ചിരുന്ന ലാസറും സഹോദരിമാരും ഇങ്ങനെ ലാസർ രോഗിയാണെന്നൊക്കെ അറിഞ്ഞു. ഇവരെല്ലാം നന്നായിട്ട് സ്നേഹിച്ചിരുന്നാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും വചനം പറയാണ്, യേശു 2 ദിവസം കൂടി അവിടെ ചിലവഴിച്ചു. ഹല്ലേലൂയ. 2 ദിവസം കൂടി ഈശോ വൈകി. ആ രോഗിയാണെന്ന് കേട്ടപ്പോൾ പോയാൽ പോരായിരുന്നോ? അല്ലേ? പറ. ശരിക്കും ഈശോ ചെയ്യേണ്ടത് രോഗിയാണെന്ന് കേട്ടപ്പോൾ അപ്പം തന്നെ ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ലാസർ സൗഖ്യം പ്രാപിച്ചേ. എനിക്ക് ഉറപ്പാണ്, യേശുവിന് ഉറപ്പാണ്. ചെന്നിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിച്ചേനെ. പോയില്ല. 2 ദിവസം യേശു വൈകി. ഈ 2 ദിവസം യേശു വൈകി എന്നതിൻ്റെ കാരണത്താൽ ഇനി പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. യേശുവിന് ലാസറിനോടും ലാസറിൻ്റെ സഹോദരിയോടും സ്നേഹമില്ല എന്ന് അർത്ഥമുണ്ടോ? പറ, ഉറക്കെ പറ. ഒരിക്കൽ കൂടി പറഞ്ഞേ. നീ പറഞ്ഞവരോടായിട്ട് ഞാനൊന്നുകൂടി പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും വൈകിയാൽ, ഏതെങ്കിലുമൊക്കെ ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ വൈകിയാണ് വരുന്നതെങ്കിൽ പറഞ്ഞേക്കരുത്, എൻ്റെ കർത്താവിന് എന്നോട് മാത്രം ഒരു സ്നേഹമില്ലല്ലോ, എൻ്റെ മകളോട് മാത്രം ഒരു സ്നേഹമില്ലല്ലോ, എൻ്റെ കുടുംബത്തോട് മാത്രം എന്താ കർത്താവ് നീ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കണ്ടോ, അവൾ OET പരീക്ഷ പാസ്സായി പോയി, അപ്പുറത്തെ വീട്ടിലെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മകൻ നിൽക്കുന്നുണ്ടോ, ഇത് പെര നിറഞ്ഞ് നിൽക്കുക, ഇതിനെന്ത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ്, നീയൊക്കെ പെര നിറഞ്ഞ് നിൽക്കുവാന്നല്ലേ പറയുന്നത്? എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ മാത്രം എല്ലാം വൈകുന്നേ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊരു ദൈവ പൈതൽ ഒരിക്കലും ചോദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോഴും ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൈകി അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉപരി നന്മയ്ക്കാണെന്ന് നമ്മൾ അറിയണം. ഉപരി നന്മയ്ക്കാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, 4-ാമത്തെ വചനം ഒന്ന് വായിച്ചേ, 11:4 വായിച്ചേ. ഇത് കേട്ടപ്പോൾ, അതായത് ഒരാളെ പറഞ്ഞയച്ചു സഹോദരിമാർ യേശുവിൻ്റെ അടുത്ത് പോയി പറയാൻ. എന്നാ പറയണം? സഹോദരൻ രോഗിയാണ്. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ കുറേ നടക്കണമല്ലോ. അന്ന് പിന്നെ നമ്മളെ പോലെ ഫോൺ വിളിച്ചിട്ട്, ഹലോ ഈശോയെ നീ എവിടെയാ? ഓക്കെ പ്ലീസ് പെട്ടെന്ന് വരണം, ഇങ്ങനെ രോഗിയാണെന്നൊന്നും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ പോകുമ്പോൾ അറിയാം എന്തോരം മലയും കുന്നും താണ്ടി എത്ര മൈലുകൾ നടന്നിട്ടാണ് വരണ്ടേ. ഇനി ടീം എവിടെയാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും പ്രശ്നം. പോകുന്ന വഴിക്ക് ചോദിക്കും, യേശുവിനെ കൊണ്ട് ഇന്നലെ വൈകുന്നേരം അവിടെ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ അങ്ങോട്ട് പോകും. അവിടെ ചെല്ലും പറയും, യേശുവിനെ കൊണ്ട് ഇന്ന് രാവിലെ ഇത് അവിടെ കണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങിയാണ് യേശുവിൻ്റെ അടുത്ത് വരുന്നത്. വന്നിട്ട് ഈ വാർത്ത പറയുക. വാർത്ത പറയുമ്പോൾ യേശു ഈ വാർത്ത വന്നുള്ളവർ പറഞ്ഞ എന്നാണെന്നറിയാമോ? 11:4 ഇത് കേട്ടപ്പോൾ, അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്നത്, കർത്താവേ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ, അതായത് ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ അവൻ്റെ സഹോദരിമാർ എന്നെ അയച്ചതാണ്. ഇത് കേട്ടപ്പോൾ യേശു പറയുന്നത് എന്നാ? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ആണ് ഈ വാർത്ത പറയാൻ പോകുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിട്ട്, ഇപ്പം എൻ്റെ ഒരു റിലേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഞാനിവിടെ തലകറങ്ങി വീണ് പെട്ടെന്ന് ചെന്നിട്ട് പറയുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ അവിടെ ചെന്നിട്ട്, അതെ വിജിലച്ചൻ തലകറങ്ങി വീണ് പറയണം, ഓക്കെ ഈ തലകറങ്ങൽ ദൈവമഹത്വത്തിനും ഉപരി നന്മയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. പറയും വിജിലച്ചനും വട്ടാണ്, ഈ പുള്ളിക്കും വട്ടാന്ന് വിചാരിക്കും. കംപ്ലീറ്റ് കുടുംബമായിട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുള്ളൂ അല്ലേ? ഒരു കാര്യം ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നപ്പോൾ പറയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. വലിയ പ്രഭാഷണം നടത്തും ഈശോ. ഇതൊന്നും മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് എന്തിനാണ്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കണേ, ഈശോ പറഞ്ഞതാ. ഈ ലാസറിൻ്റെ അടുത്തല്ല പറഞ്ഞ്, സഹോദരിമാരുടെ അടുത്തല്ല പറഞ്ഞ്, ലാസറിൻ്റെ കുടുംബക്കാരോട് ആരോടല്ല പറഞ്ഞ്, ഈ വാർത്തയായിട്ട് വന്ന് ചിലപ്പോൾ ആട്ടിടയന്മാരായിരിക്കും. അവിടെ ആട്ടിടയന്മാരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് അവർ വന്ന് പറഞ്ഞവൻ്റെ അടുത്ത് പറയുന്നതാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് വചനം പറയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ, ഇത് വലിയൊരു ആത്മീയ ആലോചനയാണ്. ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു ആലോചനയല്ല, വെറുതെ ചുമ്മാ കേട്ട് കളയേണ്ടതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ, നമ്മുടെ തകർച്ചകളിലൂടെ, നമ്മുടെ രോഗങ്ങളിലൂടെ, നമ്മുടെ പ്രതിസന്ധികളിലൂടെ എല്ലാം, പരാജയങ്ങളിലൂടെ പോലും ദൈവത്തെ, ജീവിതം മാത്രമാണ് മരണത്തിലൂടെ പോലും
ദൈവത്തെയും ദൈവപുത്രനെയും മഹത്വപ്പെടുത്താൻ സ്വർഗം തരുന്ന അവസരങ്ങളായിരിക്കും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞില്ല, അവിടെ ഒരു കുടുംബം എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ഫോൺ വഴി അറിയുന്നതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ വരുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ സംശയങ്ങൾ, നമ്മുടെ യൂത്തിലെ പിള്ളേരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെൻ്റെ ചോദിക്കുമ്പോൾ എനിക്കിതിനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവനറിയാവുന്നത് ഇവനായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ആലോചിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവൻ അവിടെ നിന്ന് കുറച്ച് അകലെയാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട വരാൻ. വിളിച്ചിട്ട് അച്ഛാ ഒന്ന് വന്നാൽ രാവിലെ വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ, കുടുംബമായിട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. രാവിലെ സമയം സാധാരണ ഉച്ചവരെ ഒന്ന് പ്രാർത്ഥിച്ച് ഉച്ച കഴിഞ്ഞാണ് സാധാരണ ഇടവയിലൊക്കെ ആൾക്കാരെ കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ പോരെ. അപ്പോൾ നമ്മളത്ര സഹായിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പോരെ, രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറ്റുമെങ്കിൽ പോരാൻ പറഞ്ഞു. അപ്പോൾ ഇവന് 9 മണിക്ക് വന്നപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞിന് ചെറിയ അസ്വസ്ഥത ഉണ്ടെന്ന്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് വരുന്നത്. കുഞ്ഞിനെ ഇവൻ ഒക്കത്തെടുത്ത് പിടിച്ചേക്കുക. ഇവൻ്റെ ഭാര്യയുണ്ട്, വേറെ ചെറിയൊരു കുഞ്ഞുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ഈ കുഞ്ഞിനെ അച്ഛാ ഇച്ചിരി ലേറ്റായിപ്പോയി, കുഞ്ഞിനെ ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് എഴുന്നേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് ഇച്ചിരി വൈകിപ്പോയി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അപ്പോൾ എനിക്ക് ഇത്രയും കുഞ്ഞിന് അസ്വസ്ഥ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നോ പ്രോബ്ലം, ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഉച്ചവരെ ഞാൻ അതിലും പ്രയറിലൊക്കെയാണ്, അതുകൊണ്ട് അതൊരു വിഷയമാക്കേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ തൊളതെടുത്ത് വെച്ചേക്കുക, നല്ല ഭാരമുണ്ട്. അപ്പം ഞാൻ കൈ നെട്ടിയപ്പോഴേക്കും അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഞാൻ കുറച്ചേരം എടുത്തു. അപ്പോഴേക്കും നമുക്കതിൻ്റെ ഭാരം മനസ്സിലായി. അപ്പോഴേക്കും പറയും, അച്ഛന് ബുദ്ധിമുട്ടാവില്ല, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എടുത്ത് തോളത്തേക്ക് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഭാരമുണ്ടല്ലേ? ഇല്ല ചാ, ഇത് ശീലമായെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇല്ല ചാ, ഇത് ശീലമായെന്ന് പറഞ്ഞു. നല്ല ഭാരമുണ്ട്, പക്ഷേ പുള്ളിക്ക് ആ മകനോടുള്ള സ്നേഹം കൊണ്ട്, അത് ശീലമായതുകൊണ്ടും സ്നേഹമുള്ളതുകൊണ്ടും അതൊരു ഭാരമായിട്ട് തോന്നില്ല. എനിക്കത് ഭാരമായിട്ട് തോന്നി. അപ്പന് കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം അതൊന്നും വലിയ ഭാരമായിട്ട് തോന്നില്ല, പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ ഇവർ പറഞ്ഞാണ്, ആദ്യത്തെ 3-3.5 വയസ്സ് വരെ കുഞ്ഞ് രാത്രി ഉറങ്ങാറില്ല. ഒരു ദിവസം 2-3 മണിക്കൂർ ആകെ ഉറങ്ങുന്നത്, 2-3 മണിക്കൂർ മാക്സിമം ഉറങ്ങുന്ന കുഞ്ഞ്. അപ്പോൾ ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കുഞ്ഞിന്, മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, സംസാരിക്കില്ല കുഞ്ഞ്. പിന്നെ അതിൻ്റേതായ വേറെ കുറച്ച് നടക്കാൻ പറ്റില്ല കുഞ്ഞിന്. പിടിച്ചൊക്കെ ഇങ്ങനെ എന്നാലും വീണു പോവും, കാലൊക്കെ ഇച്ചിരി വളഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു 3-3.5 വർഷക്കാലം ഈ കുഞ്ഞ് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈ തൊട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നോളാം. ഒരാൾ കൈയെടുത്ത് കഴിഞ്ഞാൽ ആട്ടിൽ നിന്ന് ഇപ്പോൾ രാത്രി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുമ്പോൾ ഉറങ്ങിപ്പോലും, സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ ആട്ടാതെ വന്നു കഴിഞ്ഞാൽ കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ രാത്രി ഈ ഭാര്യയും ഭർത്താവും കൂടി ടേൺ എടുത്ത് രാവും പകലും മുഴുവൻ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പറയും 3-3.5-4 വയസ്സ് വരെ വെച്ചാൽ ഒരു രാത്രി പോലും ഈ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട്, കുഞ്ഞ് രാത്രി ഏതാനും സമയം ഉറങ്ങും. അത് വലിയൊരു ആശ്വാസമാണ് അവർക്ക്. പക്ഷേ ഉണ്ടല്ലോ, ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്കുള്ള സന്തോഷമുണ്ടല്ലോ, അവിടെ മുഖത്ത് വിരിയുന്നൊരു ആനന്ദം ഉണ്ടല്ലോ. ആ കുടുംബം ആ കുഞ്ഞിൻ്റെ ഈ അവസ്ഥകളെ സ്വീകരിച്ചത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവേ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഈ കാലത്ത് ഒത്തിരി കുടുംബങ്ങളുണ്ട്, ചെറിയ അസ്വസ്ഥതകളോ ഓട്ടിസം പോലുള്ള അസ്വസ്ഥതകൾ ഒക്കെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അസുഖം 1 ലക്ഷത്തിൽ ഒരു കുഞ്ഞിന് വരുന്ന അസുഖമാണ് ആ കുഞ്ഞിന് വന്നേക്കുന്നത്. അത് ക്യൂറബിളോ അല്ല, അതായത് സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു രോഗമാണ്. പിന്നെ അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം എന്തെങ്കിലും ഇടപെടും. ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും, കുഞ്ഞ് നടക്കാൻ തുടങ്ങും, നോർമലായിട്ട് മാറും എന്നുള്ള അവരുടെ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തീർച്ചയായിട്ടും ആ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ആ പ്രതീക്ഷയും പ്രാർത്ഥനയ്ക്കപ്പുറം അവരുടെ മുഖത്ത് ഈ കുഞ്ഞിനെ നോക്കുന്നതിലുള്ള ഒരാനന്ദമുണ്ട്, സന്തോഷം. സ്വർഗത്തിൻ്റെ അവകാശിയായിരിക്കുന്ന ഒരു വിശുദ്ധയെ പരിപാലിക്കുന്നത് പോലെയാണ് ഈ കുഞ്ഞിനെ അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണ്. ആ കുഞ്ഞൊരു പാപം ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞൊരു പാപം ചെയ്യില്ല, കാരണം അതിനുള്ള മാനസിക ബലം ആ കുഞ്ഞിനില്ല. അതുകൊണ്ട് കുഞ്ഞൊരിക്കലും അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധയാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ നോക്കുന്നവർ തീർച്ചയായിട്ടും ഒരു വിശുദ്ധയെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ ഇങ്ങനെ ദേവാലയവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവർ. ഒത്തിരി പോട്ട ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ വീട്. പോട്ടയിൽ ഇങ്ങനെ കാറ്റീസം പഠിപ്പിക്കാനൊക്കെ യമ്മിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇവരുണ്ട്, കുർബാനയ്ക്കൊക്കെ മുടങ്ങാതെ പോകുന്ന കുടുംബമാണ്. ഇത് വലിയൊരു സാക്ഷ്യ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് ഇവരുടെ സഹനം മാറി. നമുക്കൊക്കെ ഇങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഭാഗത്ത് സമാനമായൊരു അവസ്ഥയുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടതാണ്. അവന് 18 വയസ്സായപ്പോൾ ഈ പറയുന്ന മകന് അവന് നടക്കത്തൊന്നുമില്ല, കൈകാലുകൾക്ക് വലിയ വളർച്ചയൊന്നുമില്ല. പക്ഷേ എന്നാലും 18 വയസ്സിൻ്റെതായ അത്യാവശ്യം വളർച്ചയുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ എടുത്ത് പൊക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീൽ ചെയറിൽ ഇരുത്തിയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് നടത്തുന്നത്.
ഈ ആ കുഞ്ഞുണ്ടായ സമയം മുതൽ അപ്പം പറഞ്ഞ എന്നാണെന്നറിയാവോ? ഇത് നിന്റെ കുഞ്ഞാണ്, നീ അങ്ങോട്ട് നോക്കിയാൽ മതി. ഈ മാനസിക അസ്വസ്ഥയുള്ള ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഈ അപ്പം പറഞ്ഞ എന്നാണെന്നറിയാവോ? ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്, കുഞ്ഞിനെ നീ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇന്ന് വരെ കഴിഞ്ഞ 18 വർഷമായിട്ട്, എന്നെ ഇപ്പോൾ 2 വർഷം മുമ്പാ ഈ സഹോദരി കാണുന്നത്, കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഈ അപ്പൻ. പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ? സ്വന്തം അപ്പൻ കുഞ്ഞിന് ഈ അസ്വസ്ഥ ഉണ്ടായെന്ന് അറിഞ്ഞ, അതായത് കുഞ്ഞ് ജനിച്ചപ്പോഴേ തന്നെ ഇങ്ങനെ അസ്വസ്ഥകളൊക്കെ ഉള്ള കുഞ്ഞായിട്ടുള്ളതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇന്ന് വരെ ഈ അപ്പൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ അമ്മ തന്നെ നോക്കുന്നത്. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ക്യാൻസറും വന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ഡോക്ടർ പറഞ്ഞ് ദിവസങ്ങളോളം റെസ്റ്റ് എടുക്കണം, ബ്രസ്റ്റ് ക്യാൻസറാണ്. അങ്ങനെ അത്യാവശ്യം ഈ കുഞ്ഞിനെ നോക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയെ ഡിപ്പെൻഡ് ചെയ്താൽ കഴിഞ്ഞ 18 വർഷമായിട്ട് കുഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞ് കാണിക്കുന്ന ആംഗ്യം കണ്ടിട്ട് വേണം ഈ കുഞ്ഞിന് എന്താണ് ആവശ്യമുള്ളതെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ. അപ്പനിപ്പോഴും കുഞ്ഞിൻ്റെ ഭാഷ മനസ്സിലാകില്ല, കാരണം അപ്പൻ ഇന്ന് വരെ കുഞ്ഞിനെ നോക്കിയിട്ടില്ല. അമ്മ ഈ കുഞ്ഞിൻ്റെ കണ്ണും കൈയും ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുമ്പോഴേ കുഞ്ഞിന് എന്താ വേണേ, ടോയ്ലറ്റിൽ പോകണോ, ഭക്ഷണം വേണോ, എന്തെങ്കിലും അസ്വസ്ഥയുണ്ടോ, എവിടെയെങ്കിലും അസ്വസ്ഥയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞിൻ്റെ മുഖഭാവവും ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. ഇത് കണ്ടിട്ടാണ്. ഈ അമ്മ ക്യാൻസർ വന്ന് കിടക്കും, പിന്നെ ആര് നോക്കും? വേറെ ആരുമില്ല അവിടെ നോക്കാൻ. അപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് ഇവരൊക്കെ നോക്കും. ഇതിനിടയ്ക്ക് ഈ വീൽ ചെയറിൽ നിന്ന് കുഞ്ഞ് വീണിട്ട് അപ്പൻ അവിടെ നിന്നിട്ട് അപ്പൻ ഒരു കൈസഹായം ചെയ്യാതെ ഈ ബെഡിൽ കിടന്നിരുന്ന ഈ സഹോദരി തന്നെ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. ഫുൾ റെസ്റ്റ് വേണ്ടതാ. ഈ കൈ കൊണ്ട് ഈ കുഞ്ഞിനെടുത്ത് പൊട്ടിയപ്പോൾ ഇവിടുത്തെ സ്റ്റിച്ചുകളെല്ലാം വിട്ടുപോയി. ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിൻ്റെ സ്റ്റിച്ച് കിടക്കുന്നതെല്ലാം പൊട്ടിപ്പോയി. എന്നിട്ട് പോലും ഈ അപ്പനുണ്ടല്ലോ ഒരു കൈ കൊണ്ട് ആ കുഞ്ഞിനെടുത്ത് ഉയർത്തിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് യേശു പറഞ്ഞ വചനത്തിന്റെ ആഴമിരിക്കുന്നത്. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഒരു കല്ലറ അനുഭവത്തിൽ എത്താനുള്ളതല്ല. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, നിന്റെ വിശ്വാസം നശിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ളതല്ല, നിന്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധം, ഇതൊക്കെ തകർത്ത് കളയാനുള്ളതല്ല. മറിച്ച് വചനം പറയാണ്, ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കണ്ടോ? ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു വന്ന ആളുടെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ, അവനൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും ഈശോ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് ദൈവമഹത്വത്തിനു വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ, മാനുഷികമായ നമ്മുടെ കണ്ണുകൾ കൊണ്ടും മാനുഷികമായ നമ്മുടെ ബുദ്ധികൾ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറം ദൈവത്തിന് പ്രവർത്തിക്കാനും കാണാനും പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾക്ക് എന്തോരം പരിമിതിയുണ്ട് മക്കളെ. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന അവസാനത്തെ റോയിലിരിക്കുന്ന ആരുടെ മുഖം എനിക്ക് കാണത്തില്ല. ആരൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. പള്ളിക്ക് പുറത്ത് ഏതാനും പേര് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, അവരെയൊന്നും എനിക്ക് കാണത്തില്ല. ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാം. ഇത്തരമുള്ള എൻ്റെ കണ്ണുകളുടെ ഈ പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷെ കർത്താവിൻ്റെ കണ്ണുകൾ അതിനും പറയുന്ന പോലെ, നിന്റെ ചിന്തകൾ പോലെ, ഏശയ്യാ 55:8 പറയും, നിന്റെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ പോലെയല്ല എൻ്റെ ആലോചനകൾ. നിന്റെ ആലോചന ഭൂമിയോളവും എൻ്റെ ചിന്തയും എൻ്റെ ആലോചനവും സ്വർഗത്തോളവും ഉയർന്നിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തത് കർത്താവിൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റും. ശ്രമത്തിൽ പറയാവോ ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. യേശു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പുരുഷ സ്പർശനമില്ലാതെ ജനിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? ആണോ? ആണോ ഇല്ലയോ? അതെ, ചരിത്രമാണ്. നമുക്ക് എത്ര പേർക്ക് ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും? പറ. ബുദ്ധി കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പറ. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവമായിരുന്നവൻ മനുഷ്യന്റെ രൂപം, എൻ്റെയും നിങ്ങളുടെയും സാദൃശ്യത്തിൽ, രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും? കാരണം ഒരു ലോവർ സ്പീഷീസാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ലോവർ സ്പീഷീസാണ്. ഒരിക്കലും സംഭവിക്കില്ല അത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മനുഷ്യരാണല്ലോ, ആണോ? ഇനിയിപ്പോൾ ഞാൻ പറയുവാണ്, നിങ്ങൾ പട്ടിയാകാൻ പറഞ്ഞ, പാമ്പാകാൻ പറഞ്ഞ ആകോ? അപ്പനെ കടിക്കാൻ, അമ്മയെ കടിക്കാനൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് പട്ടിയാവും, പൂച്ചയാവും, പാമ്പൊക്കെ ആവും. അത് കഴിയുമ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മാറും. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം അതൊരു ലോവർ സ്പീഷീസാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്പീഷീസ് ആയതുകൊണ്ട്, അതിനേക്കാളും ലോവർ ആയതുകൊണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവമായിരുന്നവൻ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല.
ലോജിക്കലി ഇമ്പോസിബിൾ ആണ്. ഇനി കാൽവരിയുടെ നെറുകയിൽ ശ്രദ്ധിക്കണേ, കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനും രക്ഷ മൂന്നാണികളിലേക്ക് ഒതുങ്ങാന്ന് പറഞ്ഞാൽ ആരുടെ ബുദ്ധിക്ക് മനസ്സിലാകും? പറ. ലോകം മുഴുവൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി ലോകത്തെ മുഴുവനും ആ ലോകത്തിന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ആലോചിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമാണ്? ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമായി. എത്രാം ദിവസമാണ്? 4-ാം ദിവസമായി. 1-2 ദിവസമൊന്നുമില്ല, മരിച്ച് അടക്കം ചെയ്ത് 4-ാം ദിവസമാകുമ്പോഴാണ് യേശു ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വരുന്നത്. മുമ്പിൽ വന്നപ്പോ മർത്ത പറഞ്ഞ എന്നാ? കർത്താവ് ഇത് 4-ാം ദിവസമാണ്. കർത്താവ് ഇത് 4-ാം ദിവസമാണ്. ഇപ്പോ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും അല്ലെ? മരിച്ച് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ശരീരം അഴുകാൻ തുടങ്ങും. ദുർഗന്ധം വമിക്കും. വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതിയല്ലോ. നിങ്ങൾ ആ ഫ്രീസറിലല്ലാതെ ബോഡി എടുത്തൊന്ന് പുറത്ത് വെച്ച് നോക്കിയേ, സ്മെല്ലാകാൻ തുടങ്ങും, കറക്കാൻ തുടങ്ങും അല്ലെ? ബോഡി കറക്കാൻ തുടങ്ങും, സ്മെല്ലാകാൻ തുടങ്ങും എന്ന് പറയുന്ന പോലെ മണ്ണിനടി കിടക്കുന്ന 3 ദിവസം കഴിഞ്ഞ ശരീരം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് 3 ദിവസം വരെ ശരീരത്തിൽ ആത്മാവ് നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ 4-ാം ദിവസമായി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു. ഇന്ന് നിങ്ങൾ ജെറുസലേമിൽ ചെല്ലുമ്പോൾ ആ ഒലിവ് മലയിൽ നിന്നും താഴോട്ടിറങ്ങുമ്പോൾ, ഓശാന പാടി താഴോട്ടിറങ്ങി കാൽവരിയിലേക്ക് കയറുന്നതിൻ്റെ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒത്തിരിയേറെ യഹൂദരുടെ കല്ലറകൾ കാണാൻ പറ്റും. ഒത്തിരി കല്ലറകളുണ്ട്, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കല്ലറകൾ അവിടെ. കാരണം യേശുവിൻ്റെ 2-ാം വരവ് ഒലിവ് മലയിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ 2-ാം വരവിൽ ആദ്യം ഉയർപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എത്ര വില കൊടുത്തും ആ ഒലിവ് മലയുടെ താഴെ തന്നെ കല്ലറകൾ മേടിച്ചിട്ട് കിടക്കും അവർ, യഹൂദര്. ഇനി അവിടെ ഒരു ചെല്ലുമ്പോൾ കല്ലറയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, കല്ലറയ്ക്ക് ഓരോ തുള കാണാൻ പറ്റും. ഒരു തുള, എല്ലാ കല്ലറകളും ചെറിയൊരു ഹോള് പോലെ. അപ്പോൾ ഗൈഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് വിവരിച്ച് തരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് നോക്കിയോ, നമുക്കിപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും അറിയില്ല, അവിടെ പാരമ്പര്യം എന്താണെന്ന് ആ സമയത്ത് അറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഗൈഡ് പറയും, അതേ യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് 3 ദിവസം ശരീരത്തിൽ ആത്മാവ് നിൽക്കും. അതാണ് അവരുടെ പാരമ്പര്യം, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. 4-ാം ദിവസം ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടും. അപ്പോൾ യേശു വരുന്ന എത്രാം ദിവസമാണ്? 4-ാം ദിവസം. അതിന് കാരണം, ഇനി യേശു വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ, ലാസർ പുറത്തു വന്നാൽ യഹൂദർ എന്താ പറയുന്നത്? അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ മരിച്ചിട്ടില്ല. കാരണം എന്താ? അവൻ്റെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടായിരുന്നു, ഉണ്ടോ? മരിച്ചിട്ടില്ലായിരുന്നു. അപ്പം മനുഷ്യൻ്റെ, നിങ്ങൾ പറയുന്നില്ല, മനുഷ്യൻ ഇങ്ങനെ ബുദ്ധിയും മനുഷ്യൻ്റെ ആലോചനയും മനുഷ്യൻ്റെ പരിശ്രമമൊക്കെ അവിടെ തീരുന്ന സമയമാണ് ഈ 4-ാം ദിവസം എന്ന് പറയുന്നത്. അവിടെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. യേശു അല്ല, അവിടെ ആര് വന്നാലും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെയാണ് 4-ാം ദിവസം യേശു ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ കഴിവും മനുഷ്യന്റെ ആലോചനയ്ക്കും അപ്പുറം ദൈവത്തിന് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരാൻ പറ്റും. ഹല്ലേലൂയ. സർവ്വത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ട മാത്രമേ മർത്ത പറഞ്ഞു, എൻ്റെ കർത്താവ്, നീ എന്ത് തോന്നിയവസ കാണിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഈ പ്രശ്നം വരില്ലായിരുന്നു എന്നാ പറയുന്നത്. ഞാൻ ആളെ വിട്ടതല്ലേ, ആള് വന്ന് പറഞ്ഞതല്ലേ, ഇതൊക്കെ ആയിരിക്കും ഉള്ളുകൊണ്ട് പറയാനായിരുന്നു. അപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നാ മർത്തായും മറിയവും പറഞ്ഞു. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 21-ലും 11-ാം അധ്യായം 32-ലും വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് മർത്താവ് പറയുന്നു, ഒരു സ്ഥലത്ത് മറിയം പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ നഷ്ടപ്പെട്ടു പോയതാണ്, നിന്റെ സാന്നിധ്യമില്ലാതിരുന്നതാണ് എൻ്റെ സഹോദരൻ മരിക്കാനുള്ള കാരണം. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ മരണത്തിൻ്റെ കാരണം പറയുകയാണ്. മത്തായി മറിയം വിളിച്ചു പറയാണ്, എൻ്റെ കർത്താവേ, നീ ഇല്ലാതെ പോയതാണ് ഞങ്ങൾ മരിക്കാൻ കാരണമായത്. വിശ്വാസത്തിൽ മരിച്ചുപോയി, വിശുദ്ധിയിൽ മരിച്ചുപോയി, സ്നേഹത്തിൽ മരിച്ചുപോയി, പ്രാർത്ഥനയിൽ എല്ലാം തീർന്നു, എല്ലാം മരിച്ച അവസ്ഥയായി.
ആ അവസ്ഥയിലായി. പ്രത്യാശ പോയി, പ്രതീക്ഷ പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം യേശു നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും യേശു പടിയിറങ്ങിപ്പോയി, യേശു നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചില ആത്മീയ മേഖലകളിലുള്ള നഷ്ടങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് മർത്തായും പറഞ്ഞു, കർത്താവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു, നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. എന്നിട്ട് പറയാണ്, ഇപ്പോൾ 4-ാം ദിവസമാണ്, ഇത് 4-ാം ദിവസമാണ്, നീ വേറെ അപകടമൊന്നും ഉണ്ടാക്കിയേക്കരുത്. എന്നാ ഉദ്ദേശിക്കുന്നത്? നീ ഇനിയിപ്പോൾ കല്ല് എടുത്ത് മാറ്റി ലാസറിനെ പുറത്ത് കൊണ്ടുവരുത്, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഇപ്പോ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. 4-ാം ദിവസമായി, ശരീരം അഴുകാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്ന, ശരീരം അഴുകിത്തീർന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാൻസറൊക്കെ 4-ാം സ്റ്റേജിലായി. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ പറഞ്ഞു ഇനി മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം മെഡിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഡോക്ടർ വിധി എഴുതിയ കേസുകളാണ്. ഇപ്പോൾ മാനുഷികമായ ബുദ്ധിയിലും ലോകത്തിൻ്റെ പഠനത്തിൻ്റെ മുമ്പിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, ശ്രദ്ധിക്കുക, അവസ്ഥ ജീവിച്ചിരിക്കുമ്പോഴേ മരണം മുന്നിൽ കണ്ട് ജീർണിച്ച് കടന്നു പോകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഡോക്ടർ വിധി എഴുതി, ഡോക്ടർ കൈയൊടിഞ്ഞു, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല. അല്ലെ, നമ്മൾ എന്ത് വില കൊടുത്തും സൗഖ്യം കിട്ടേണ്ട വിഷയമാണ്. ഏത് ഹോസ്പിറ്റലും ഏത് അറ്റം വരെ അല്ലേ, എന്തോരം പേര് RCC വന്ന് കിടക്കുന്നില്ലേ, എന്തോരം പേര്. ഞങ്ങളുടെ അവിടെ നിന്ന് എല്ലാവരും വരുന്നത് ഇങ്ങോട്ടാണ്. നമുക്കറിയാവുന്ന പലരും ഇങ്ങോട്ടാണ് വരുന്നത്. കാരണം ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും ക്യാൻസറിന്. അപ്പോൾ അതിനകത്ത് ചില ഡോക്ടേഴ്സ് ചില സമയത്ത് പറയും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒരു പാലിയേറ്റീവ് പോലെയൊക്കെ ചെയ്യാനുള്ളൂ, വീട്ടിൽ കൊണ്ട് കിടത്തിക്കോ, അവസാന നാളുകളല്ലേ, അവർക്ക് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുക, വേറൊന്നിനും ചെയ്യണ്ട, ഇനിയിപ്പോൾ കീമോയും ചെയ്യേണ്ട, റേഡിയേഷൻ ഒന്നും ചെയ്യേണ്ട, രക്ഷപ്പെടില്ല, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു എന്ന് പറയുന്ന ജീവിതം ജീവിച്ചിരിക്കുമ്പോഴേ ജീർണിച്ചു തുടങ്ങിയ മരണം മുന്നിൽ കണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടും ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. വരും നാളുകളിൽ ഈ ശുശ്രൂഷ കേൾക്കാൻ പോകുന്ന പലരുണ്ട്. അന്ന് ഈ അനുഭവത്തിലൂടെ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നത് മക്കൾ ഒറ്റ കാര്യം കണ്ണുമൂടി വിശ്വസിക്കുക, നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ പറഞ്ഞേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞേ, നല്ല ആവേശത്തോടെ പറഞ്ഞേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് പറയുമ്പോണ്ടല്ലോ, ആ വചനമുണ്ടല്ലോ, ആത്മാവും ജീവനുമാണ് നിന്റെ മുമ്പിലിരിക്കുന്ന, നിന്റെ അടുത്തിരിക്കുന്ന ഒരു ജീവിതം മനസ്സ് തളർന്നും ഭാരപ്പെട്ടും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ജീവിതത്തിന്റെ പ്രശ്നവും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നവന്റെ കാതുകളിൽ മാത്രമല്ല അവന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഒരു പ്രത്യാശ ഉണ്ടാകും, ഒരു പ്രതീക്ഷ ഉണ്ടാകും, ഒരു ഉത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടാകും. അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ 12 വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. മരിച്ചവർ എഴുന്നേൽക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ വിധി എഴുതി ഇനി വെന്റിലേറ്റർ കിടക്കുവാണ്, ഉപേക്ഷിച്ചേക്ക്, 2 ദിവസം കഴിയുമ്പോൾ വെന്റിലേറ്റർ മാറ്റിയേക്കാം, വീട്ടുകാർ അവരൊക്കെ വരാനുണ്ട്, അങ്ങനെ പറഞ്ഞ് ഇട്ട കേസുകൾ വരെ അത്ഭുതകരമായി കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് ഇന്നും ജീവനോടെ ക്യാരിസ് ഭവൻ്റെ അടുത്ത് സാക്ഷ്യമായിട്ട് നിൽക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സാക്ഷ്യങ്ങൾ വേണം? അങ്ങനെ എത്ര എണ്ണം വേണേലും തരാം. ജീവനോടെ ഉണ്ട് അവിടെ, ക്യാരിസ് ഭവൻ്റെ അടുത്ത് തന്നെ ജീവനോടെ ഉണ്ട്. ഡോക്ടർ വിധി എഴുതിയ കേസുകൾ ഇനി അങ്ങോട്ട് പോകില്ല എന്ന്, വെന്റിലേറ്ററിൽ കിടന്ന കേസുകളൊക്കെ ഇനി അങ്ങോട്ട് ക്യാൻസർ 4th സ്റ്റേജ് തീർന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഭാര്യ 3 പെൺമക്കളായതുകൊണ്ട് തൻ്റെ മരണം ഡോക്ടർ വിധി എഴുതിയതുകൊണ്ട് ഇനി 20 ദിവസം ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലായ സഹോദരൻ ധ്യാനത്തിന് പ്രാർത്ഥിക്കാമെന്നാണ്. അപ്പോൾ ധ്യാനത്തിനിരിക്കാൻ ഞാനും അനീഷച്ചനും, ക്യാരിസ് ഭവനിൽ മരിച്ചുപോയ അച്ഛനാണ്, ഈ അടുത്ത കാലത്ത് കൊറോണയുടെ സമയത്ത് മരിച്ചുപോയ അച്ഛനാണ് അനീഷച്ചൻ, പലരും അറിയുമായിരിക്കും. ഞാനും അനീഷച്ചനോട് കഴിഞ്ഞ 9 വർഷക്കാലം ഒരുമിച്ച് വചന ശുശ്രൂഷ നടത്തിയവരാണ്. കേരളത്തിൻ്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പലയിടങ്ങളിലും ഒരുമിച്ച് വചന ശുശ്രൂഷ നടത്തിയവരാണ് ഞങ്ങൾ. അവിടെയാണ് അനീഷച്ചനെ കഴിഞ്ഞ ഈ 8 മാസം മുമ്പ് കോവിഡ് കാലത്ത് കർത്താവ് എടുത്തത്. 40 വയസ്സ്, 10 വർഷത്തെ ശുശ്രൂഷ ജീവിതം, 100 വർഷം ചെയ്യുന്ന ശുശ്രൂഷ 10 വർഷം കൊണ്ട് ജീവിച്ച് തീർത്താണ് അനീഷച്ചൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അനീഷച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോൾ ഇത്രയും 20 ദിവസത്തിലെ ഡോക്ടർ പറഞ്ഞിട്ട് ഒരു ധ്യാനം കൂട്, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒരു ധ്യാനം കൂട്, ഇന്ന് വൈകിട്ട് ഇവിടെ ധ്യാനം തുടങ്ങുവാന്നു. അപ്പോൾ ഞായറാഴ്ചയാണ് വരുന്നത് കണ്ട് പ്രാർത്ഥിക്കാൻ.
അപ്പോൾ എൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അനീഷിച്ചൻ പോകുന്നുണ്ടപ്പോൾ ഞാൻ അനീഷിച്ചനോട് വിളിച്ചു, അച്ഛനോട് ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ധ്യാനം കൂടും. അപ്പോൾ ഒരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി എടുത്തോ, ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പയ്യെ വന്നാൽ മതി, തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളി ഡോക്ടർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇനി 20 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, പുള്ളി തന്നെ പോയിട്ട് പറഞ്ഞാൽ വിശ്വസിക്കുമോ, കാരിസ്മൻ എനിക്ക് വന്നൊരു 3-4 വർഷം മുമ്പുള്ള ശനിയാഴ്ചത്തെ ലൈവ് കൺവെൻഷൻ എടുത്ത് നോക്കി അതിനകത്ത് ഈ സാക്ഷ്യം കിടപ്പുണ്ട്. ഞാൻ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സമയം കിട്ടുന്ന പോലെ നിങ്ങൾ ശനിയാഴ്ചത്തെ കൺവെൻഷനിൽ തപ്പി ഇരുന്ന് വചനം കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിലും കുറേ വചനം കേൾക്കല. അപ്പോൾ അതിനകത്ത് എവിടെയുണ്ട്. അപ്പോൾ ഈ സഹോദരനോട് എന്നെ ചെയ്തു, പുള്ളിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും പെൺമക്കളും അല്ലേ, കാര്യങ്ങൾക്കൊക്കെ ഓടാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ പോയിട്ട് പുള്ളിയുടെ അളവ് കൊടുത്ത് ശവപ്പെട്ടി റെഡിയാക്കി. ശവപ്പെട്ടി കടയിൽ പോയിട്ട് പുള്ളിയുടെ അളവ് കൊടുത്ത് ശവപ്പെട്ടി മുൻകൂട്ടി ബുക്ക് ചെയ്തു. ഇനി മരിച്ചു കഴിഞ്ഞ് സിമിത്തേരിയിലെ ചടങ്ങ് കഴിയുമ്പോൾ അവിടെ ചായയും ബിസ്ക്കറ്റും കൊടുക്കും. അറിയാമോ? അറിയാമല്ലോ അല്ലേ? ഇവിടെയൊക്കെ ചിലപ്പോൾ ചായയും പരിപ്പോടെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സുഖിയൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പുള്ളി തന്നെ ചെയ്തു, ഒരു ബേക്കറിയിൽ പുള്ളി മരിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് സിമിത്തേരിയിൽ കൊടുക്കേണ്ട ചായയും ബിസ്ക്കറ്റും പുള്ളി പോയി നേരത്തെ ഓർഡർ കൊടുത്തു. കാരണം ഡോക്ടർ പറഞ്ഞ കേസാണ്. അതിനകത്തൊന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം സ്പ്രെഡ് ചെയ്തു, ടോട്ടലി ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. അങ്ങനെയാണ് ധ്യാനത്തിന് വരുന്നത്. ധ്യാന ദിവസങ്ങളിൽ വചനം കേട്ടു. 3 ദിവസം കഴിഞ്ഞൊരു വിടുതൽ പ്രാർത്ഥനയുണ്ട് ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ തന്നെ. നമുക്കും ഈ ദിവസങ്ങളിൽ നാളെയോ നാളത്തെ കഴിഞ്ഞോ സമയം കിട്ടുന്ന പോലെ നമുക്ക് ആരാധനയുടെ സമയത്തൊരു ഡെലിവറൻസ് പ്രയർ ഉണ്ടാകും, ഒരു വിടുതൽ പ്രാർത്ഥന. അപ്പോൾ വിടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ധ്യാനത്തിൻ്റെ 3-ാം ദിവസം അങ്ങനെ ഉണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വരികയാണ്. വന്നു കഴിഞ്ഞ് പുള്ളി അങ്ങനെ ഇരുന്നു. പുള്ളിക്കാരത്തെ കണ്ടപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ട് പോയി. കാരണം അത് കഴിഞ്ഞ് ധ്യാനക്കാർ പലരെ കണ്ടപ്പോൾ ഇവരുടെ പെട്ടെന്ന് നമ്മൾ റിക്ലക്ട് ചെയ്തെടുക്കേണ്ടതാണ്, ഇവരാണല്ലോ മറ്റേ ധ്യാന ദിവസങ്ങളിൽ വന്നത്. അപ്പോൾ വന്നിരുന്നപ്പോൾ പുള്ളിക്കാരത്തിൽ ഇരുന്ന് കരയുക. പുള്ളി നല്ല പ്ലസൻ്റ് ആയിട്ടിരിപ്പുണ്ട്. ആദ്യം കണ്ട പോലെയല്ല, 3 ദിവസം പുള്ളി നല്ല പ്ലസൻ്റായി. പുള്ളിക്കാരത്തിൽ ഇരുന്ന് കരയുക. ഞാൻ പറഞ്ഞു എന്നാ തോന്നിയ ദിവസം കാണിക്കുക. അപ്പോൾ നമ്മളിത് റിക്ലക്ട് ചെയ്തെടുത്ത് ഇവരെയാണല്ലോ ഒന്ന് കണ്ടത് ഇങ്ങനെ ധ്യാനത്തിൽ വിട്ടു. ഞാൻ പറഞ്ഞു സഹോദരി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത്? രോഗിയായിരിക്കുന്ന ഒരാളുടെ മുമ്പിലിരുന്ന് നിങ്ങളിങ്ങനെ കരഞ്ഞാൽ അല്പമെങ്കിലും പ്രതീക്ഷയും പ്രത്യാശയും മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി നഷ്ടപ്പെട്ടു പോവുകയല്ലേ. നിങ്ങൾ കരഞ്ഞോ? ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോ? കരയാൻ കാരണമുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു എൻ്റെ അച്ഛാ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എനിക്ക് ഈ പെൺമക്കളെല്ലാം പുള്ളിയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് പുള്ളിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ 2 പെൺമക്കളാണ്, അവരുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും കരയും. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തോന്നിയ ദിവസം പറയുന്നത്? മരിച്ചിട്ടില്ല, ജീവനോടെ ഫ്രണ്ടിലിരിക്കുന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ മുമ്പിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം വിശ്വസിക്കേ, കർത്താവ് ഇടപെടും. അപ്പോഴേക്കും ഇത് ഞാൻ ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്. സഹോദരൻ പറഞ്ഞു എൻ്റെ അച്ഛാ 3 ദിവസം വചനം കേട്ടപ്പോൾ ഈ സഹോദരിയേക്കാൾ എനിക്കാണല്ലോ അച്ഛാ രോഗം, എൻ്റെ അടുത്താണല്ലോ ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞേ, എനിക്കൊരു ഭയവും ഇല്ല, എനിക്കൊരു ടെൻഷനും ഇല്ല, എനിക്കൊരു അസ്വസ്ഥതയില്ല. ഈ പുള്ളി പറഞ്ഞാണ് ഇനി മരിക്കണമെങ്കിലും മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഈ 3 ദിവസം വചനം കേട്ടപ്പോൾ അച്ഛാ എനിക്കെൻ്റെ മനസ്സിലൊരു ഇങ്ങനൊരു ബോധ്യം കിട്ടി, എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. പുള്ളിക്ക് കിട്ടിയൊരു ബോധ്യം പുള്ളി പറയുക, മരിക്കാനും എനിക്ക് പേടിയൊന്നുമില്ല, മരിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ പിന്നെ ഇവർക്ക് 2 പേർക്കും വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സഹോദരിക്കും കൊടുത്തു. വിടുതൽ പ്രാർത്ഥന നടത്തി, ഡെലിവറൻസ് പ്രയർ നടത്തി. രോഗത്തിൻ്റെ കാരണങ്ങൾ ദൈവം അനുവദിക്കാത്തതാണെങ്കിൽ വിടുതൽ പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ട്. അപ്പോൾ ഞാൻ വിടുതൽ പ്രാർത്ഥന നടത്തി, 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പുള്ളിക്കും പുള്ളിക്കാരത്തേക്ക് 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. വിടുതൽ പ്രാർത്ഥന കഴിഞ്ഞ് പോയി. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ സ്പെഷ്യൽ ഭക്ഷണം വേണം, എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ വായിക്കും ടേസ്റ്റൊന്നുമില്ല, മരുന്നൊക്കെ കുറേ കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും കീമോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ പിന്നെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, വായിക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. അന്ന് വൈകിട്ടാകുമ്പോൾ പുള്ളിക്ക് തലേ ദിവസമായിട്ട് പുള്ളിക്ക് വലിയ സന്തോഷമായി. പറഞ്ഞ അച്ഛൻ ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് പറയും, വലിയ സന്തോഷത്തോടെ പറയും. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ അവർ പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരനും ഭാര്യ എല്ലാവരോടും സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. അപ്പോൾ അനീഷച്ചനാണ് സാക്ഷ്യം പറയിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുറകെ തന്നെ ഇരിപ്പുണ്ട്. ഈ സാക്ഷ്യം പറഞ്ഞത് കേട്ടത് നമ്മുടെ അതിനകത്ത് കിടപ്പുണ്ടാവും, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ സാക്ഷ്യം. സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. 1-2 സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ഇതെല്ലാം കൈ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളി അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത കാര്യങ്ങൾ, പുള്ളി ശവപ്പെട്ടി ബുക്ക് ചെയ്ത കാര്യവും, പുള്ളി ബേക്കറി പോയിട്ട് ചായയും ബിസ്ക്കറ്റും പറഞ്ഞ കാര്യവും, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറയാണ് ഡോക്ടർ മെഡിക്കൽ സയൻസ്, ഞാൻ 20 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് വിധി എഴുതിയതാണ്. ഇത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരീരത്തിന് ഇത്തിരി അസ്വസ്ഥതകളൊക്കെ ചെറിയൊരു ചേഞ്ചൊക്കെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് പോയി ഒരു ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിച്ച് ഇവരുടെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന കാരിത്താസിലെ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് ചെക്കപ്പൊക്കെ നടത്താം, എന്തോ അതിൻ്റെതായ MRI സ്കാനിങ് ഒക്കെ ഉണ്ട്, അതെല്ലാം നടത്തി കഴിഞ്ഞ് ഇതായിട്ട് വരാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇതായിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ചെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ അതിനകത്ത് ക്യാൻസറിൻ്റേതായത് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ ഇത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ എടുത്ത ക്ലിനിക്കിൽ നിന്ന് അതിനെന്തോ കംപ്ലയിൻ്റ് ഉണ്ട് മെഷീന്, നിങ്ങളൊരു കാര്യം ചെയ്യേ,
നിങ്ങൾ മെഡിക്കൽ കോളേജിനടുത്ത് വേറൊരു ക്ലിനിക്കിലേക്ക് MRI സ്കാൻ സെൻ്ററിലേക്ക് പുള്ളി അതേ സാധനം സ്കാനിങ്ങിന് വേണ്ടി റെഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു ധ്യാനവും കൂടിയായിരുന്നു, കർത്താവ് എന്നെ സുഖപ്പെടുത്തിയതാണ്. പുള്ളി പറഞ്ഞു, ഇതിൽ നിന്ന് വലിയ സൗഖ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങളിപ്പോൾ വലിയ ആവേശമൊന്നും കൊള്ളണ്ട, ധ്യാനം കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഖ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പഴയ ഇതിരിക്കുവാണല്ലോ, MRI സ്കാനിങ് ഇരിക്കുവാണ്, ഇത് കണ്ടില്ലേ, ഇന്നത്തെ മുഴുവനും ക്യാൻസർ ഫുള്ള് സ്പ്രെഡ് ആയതാണ്. അതുകൊണ്ട് മെഷീൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും, ഒന്നുമില്ലാത്ത അങ്ങനെ ഒരിക്കലും വരില്ല, രണ്ടാമത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിനടുത്ത് സെക്കൻഡ് സ്കാനിങ്ങിന് വേണ്ടി വിട്ടു. രണ്ടാമത് സ്കാൻ ചെയ്ത് കൊണ്ടുവന്നു. മക്കളെ, ആ സ്കാനിങ് റിസൾട്ടിൽ ക്യാൻസറിൻ്റേതായ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു മെഡിക്കേഷനും ആവശ്യമില്ല എന്ന് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത ആ പേപ്പറും പിടിച്ചുകൊണ്ടാണ് ക്യാരിസ് പോയിന്റ് അൾത്താരയിൽ ഈ കുടുംബം കയറി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഞാൻ വരെ ബുദ്ധി കൊണ്ട് കുറേ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ച പിടുത്തം കിട്ടുമില്ല. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലായതുകൊണ്ട് ബുദ്ധി കൊണ്ട് കുറേ ആലോചിച്ച് കൂട്ടുമായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ മാറി നിന്ന് വീക്ഷിച്ച് ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതൊക്കെ ഒരു കളിതമാശയായിട്ടൊക്കെ തോന്നുമായിരുന്നു. ആദ്യകാലങ്ങളിൽ ബഹുമാനപ്പെട്ട കാര്യച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആലയത്തിലെ മറ്റു വൈദികരൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറി നിന്ന് ഇങ്ങനെ കളിയാക്കിയും മാറി നിന്ന് സംശയ രൂപേണയൊക്കെ നമ്മൾ വീക്ഷിച്ചിട്ട് ബുദ്ധി കൊണ്ട് ഇതെല്ലാം അളന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കളിയാക്കുവാനും അവിടെ മുമ്പിൽ കളിയാക്കിയില്ലെങ്കിലും മാറി നിന്നും ഉള്ളുകൊണ്ടൊക്കെ കളിയാക്കുവാനും അങ്ങനെ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലോജിക്ക് പഠിച്ചവരാണ് അല്ലേ, നമ്മൾ ഫിലോസഫിയിൽ ലോജിക്ക് പഠിക്കുന്നില്ല, നിങ്ങൾ ലോജിക്ക് പഠിക്കുന്നുണ്ട്, ഫിലോസഫി പഠിക്കുന്നുണ്ട്, തത്വശാസ്ത്രം പഠിക്കുന്നവരാണ്, ദൈവം പോലും ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് തത്വശാസ്ത്രം പഠിച്ചവരാണ്, ലോജിക്ക് പഠിച്ചവരാണ്, എല്ലാ റിലീജിയൻസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അങ്ങനെ സകലമായ പഠനം നടത്തി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പഠിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഹയസ്റ്റ് ഡിസ്റ്റിങ്ഷൻ സുമ്മാക്കുമ്പിൽ അവിടെ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഹയസ്റ്റ് ഡിസ്റ്റിങ്ഷൻ 75-73% മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ബുദ്ധി കൊണ്ട കാര്യങ്ങളൊക്കെ അളക്കമുള്ളായിരുന്നു. വിശ്വാസമൊന്നും നമുക്ക് അങ്ങോട്ട് വലുതായിട്ടില്ലായിരുന്നു, വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അച്ഛനായി കഴിഞ്ഞിട്ടും സത്യം പറയുന്നതിന് ഇപ്പോൾ എനിക്ക് മടിയൊന്നുമില്ല. അന്നാണെങ്കിൽ വലിയ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇന്ന് എനിക്കറിയാം, പട്ടം കിട്ടി പൗരോഹിത്യം സ്വീകരിച്ച ആദ്യ നാളുകളിൽ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നതിന് മുമ്പ് വരെ യേശു സത്യമാണെന്നും അവൻ പറഞ്ഞ ഓരോ വചനവും ആത്മാവും ജീവനുമാണെന്നും അത് സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്നതും മജ്ജയിലും മാംസത്തിലും ഇറങ്ങി പ്രവർത്തിച്ച് സൗഖ്യം നൽകാൻ കഴിവുള്ളതുമാണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് വരെ വിശ്വാസം കൊണ്ട് ഒന്നും ഞാൻ അംഗീകരിക്കില്ലായിരുന്നു. എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം അളന്നുകൊണ്ടിരുന്ന ഒരു ജീവിതത്തിന് അനുഭവം ഉണ്ടായിരുന്നു, ബുദ്ധി കൊണ്ട് മാത്രം. ആദ്യ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ കർത്താവ് കഴിഞ്ഞ 12 വർഷത്തെ ക്യാരിസ് ഭവൻ ആലയത്തിലെ ശുശ്രൂഷകളിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നൊരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്, എൻ്റെ ബുദ്ധി ദൈവം അടച്ചു കളഞ്ഞു. ഇപ്പോൾ ഒന്നും ബുദ്ധി കൊണ്ട് ചിന്തിക്കില്ല. അതുകൊണ്ട് എന്താ, വിശ്വാസത്തിൽ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് കൊണ്ടും വിശ്വസിച്ച് അംഗീകരിക്കുന്നത് കൊണ്ടും അതേ വിശ്വാസത്തോടെ ആ വചനം പറയുന്നത് കൊണ്ടും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഓരോ ദിവസവും കാണാൻ ദൈവം ഇടവരുത്തുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പലതിനും ഉത്തരവില്ല. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നത് ഈ മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളുള്ളൂ. മരണത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ലോക ജീവിതത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ഒരു നിത്യമായ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? ബുദ്ധി കൊണ്ട്. ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആർക്കാ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നോബഡി ക്യാൻ പ്രൂവ്. ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ അല്ലേ? അപ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. ഈ ലോക ജീവിതത്തിനും ഈ ലോക ജീവിതത്തിന് അപ്പുറമായൊരു ജീവിതമുണ്ട്. ഈ ലോക ജീവിതം കൊണ്ടെല്ലാം തീരുന്നില്ലല്ലോ. ഈ ലോക ജീവിതത്തിന് അപ്പുറമായൊരു ജീവിതത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന, വിശ്വാസത്തിൽ അംഗീകരിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന സ്വർഗീയമായ ദൈവികമായ രഹസ്യങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് മുഖേന ദൈവം ഇന്നും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി. ആരെ സ്നേഹിക്കുന്നവർക്കായി? ദൈവത്തെ അല്ലേ? തന്നെ അല്ലല്ലോ ഇവിടെ, ദൈവത്തെ. അപ്പൊ ദൈവം പറയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി. ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി. അന്ന് പറഞ്ഞ കാര്യം ഇന്നും അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന, വിശുദ്ധ മദർ തെരേസ പറഞ്ഞതെന്നറിയാവോ? ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപയുടെ വരങ്ങളുടെ സമൃദ്ധി തിട്ടപ്പെടുത്താവുന്നതിനും അപ്പുറമാണ്.
ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം. ചുമ്മാ വാക്കിലുള്ള സ്നേഹമല്ല, ചുമ്മാ ഏതെങ്കിലും പ്രവർത്തികളിൽ മാത്രമുള്ള സ്നേഹമല്ല. എപ്പോഴും എല്ലായ്പ്പോഴും ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ടുള്ള, എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി പത്രോസ്ലീഹ പറയുന്ന പോലെ നിന്റെ കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും രാജാവുമായിട്ട് പൂജിക്കുവിൻ എന്ന് പറയുന്ന, ദൈവത്തെ പ്രണയിക്കാൻ പറ്റുന്ന ഒരു സ്നേഹത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിൻ്റെ കാര്യം പറയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ, ഒരുക്കി വച്ചിരിക്കുന്നവ, കണ്ണുകൾ കാണുകയോ വായിച്ചോ, ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റൊരു വാക്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനുഷ്യൻ്റെ കാഴ്ചശക്തിക്കോ മനുഷ്യൻ്റെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അവൻ്റെ അതീന്ദ്ര ജ്ഞാനത്തിനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്ന്. അപ്പോൾ അങ്ങനെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നവ, ഒരുക്കി വെച്ചിരിക്കുന്നവ, കണ്ണുകൾ കാണുകയോ മനുഷ്യൻ്റെ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിച്ചിട്ടില്ല, മനുഷ്യൻ്റെ മനസ്സിന് ഇന്നോളം ഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ സൗഭാഗ്യം, നിത്യജീവൻ, ഇതൊക്കെ കണ്ണുകൾ കൊണ്ട് കാണുകയോ കാതുകൾ കൊണ്ട് കേട്ടുകയോ മനുഷ്യ മനസ്സിനോ ഗ്രഹിക്കാനൊന്നും പറ്റുന്ന വിഷയമല്ല. പക്ഷേ എന്നാൽ അതാണ് മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് അതെല്ലാം, ഈ പറയുന്ന മനുഷ്യൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം അതെല്ലാം ആത്മാവ് മുഖേനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ആത്മാവ് മുഖേന ഇതെല്ലാം വെളിപ്പെടുത്തി. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന, നിഗൂഢമെന്ന് മനുഷ്യബുദ്ധിക്കും മനുഷ്യചിന്തകൾക്കും മനുഷ്യൻ്റെ കഴിവിനും ഇങ്ങനെ നിഗൂഢമായിരിക്കുന്ന, ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ ആത്മാവ് മുഖേന എനിക്കും നിനക്കും ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടു. ഇറ്റ്സ് ഓൾറെഡി റിവീൽഡ് ത്രൂ ദ സ്പിരിറ്റ്. ഉണ്ടോ? മനുഷ്യബുദ്ധിക്കും മനുഷ്യൻ്റെ കേൾവികൾക്കും മനസ്സിനും ഗ്രഹിക്കാൻ, അംഗീകരിക്കാൻ, മനസ്സിലാക്കാൻ പറ്റാത്ത സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഒരിക്കലും നമ്മൾ പോയിട്ടില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് മുഖേന സ്വർഗം നമുക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ പേരാണെന്നറിയാവോ ഈ നിത്യതയുടെ ദർശനത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പോയിട്ടില്ല, അവർ കണ്ടിട്ടില്ല, പക്ഷേ they believe, അവർ വിശ്വസിക്കുന്നു ഞങ്ങൾക്കൊരു നിത്യജീവനുണ്ടെന്ന്. ഈ ലോക ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നടുവിലും വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിൽ വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിന് കളങ്കം വരാതെ കർത്താവിനോട് ആഴമായി സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും ഐക്യപ്പെട്ട് പൂർണ്ണമായ ദൈവത്തിലുള്ള വിശ്വാസം കാത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനേകർ പറയുന്നത്, അച്ഛാ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒരു നിത്യജീവനുണ്ടെന്ന്, ദൈവത്തോടൊപ്പമുള്ള നിത്യമായ ഒരു വാസമുണ്ടെന്ന്, സ്വർഗമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് വെച്ചു. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യം. അപ്പൊ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്തത് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ഉറക്കെ പറയാവോ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും ലൗകിക മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കുറേ പേർക്ക് മനസ്സിലാകാത്തത്. ലൗകിക മനുഷ്യന്, ഈ ലോകത്തിൻ്റെതായി മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങളെ കളിയാക്കും. നിങ്ങൾ ധ്യാനത്തിന് പോയെന്ന്, ഓ ധ്യാനത്തിന് പോയേക്കും, കൺവെൻഷൻ വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. വചനം കേൾക്കാൻ പറയും, പിന്നെ വേറെ പണിയൊന്നുമില്ല. വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും അങ്ങനെയാണോ ജീവിക്കുന്നത്? പാപം ചെയ്യരുത്, ഓ പാപം ചെയ്യാതെ ആരാ ജീവിക്കുന്നത്? മദ്യപിക്കരുത്, കള്ളത്തരം കാണിക്കരുത്, കള്ളരേഖ ഉണ്ടാക്കരുത്, അല്ലേ? നമ്മൾ ചിലപ്പോൾ കള്ളത്തരം കാണിച്ച് കള്ളരേഖ ഉണ്ടാക്കി കള്ളത്തരത്തിൽ വിദേശത്തേക്ക് പോകും. ചിലവരൊക്കെ വിദേശത്ത് പോകും. വിദേശത്ത്, നീ എങ്ങനെ വിദേശത്ത് പോയേ? അത് ഞങ്ങളുടെ അവിടെ നിന്ന് വിശുദ്ധ നാട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഇസ്രായേലിൽ ചെന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും ചാടിയതാ. അങ്ങനെ വിദേശത്ത് നിന്ന് വേറെ ഒന്നുമില്ല.
ഒരു വിസിറ്റിംഗ് വിസയുടെ ടൂറിസ്റ്റ് വിസ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്ത് ആ ടൂറിസ്റ്റുകാരെ പറ്റിച്ചിട്ട് അവിടെ അങ്ങോട്ട് ചാടി വിദേശത്തെത്തി. സ്വർഗത്തിലെത്തുകയല്ല. ഹല്ലേലൂയ. വിദേശത്ത് പോകാൻ പറ്റും. ലോകത്തെ പറ്റിച്ച് ഭൗതിക മനുഷ്യന് ലോകത്തിൽ സഞ്ചരിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതിന് പോകാൻ വേറെ വിസ വേണം. അതിന് വേറെ വിസ വേണം. ഇപ്പൊ ലൗകിക മനുഷ്യനുണ്ടല്ലോ, ആത്മീയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പുറകെ നടന്ന് മക്കളോടും ജീവിത പങ്കാളിയോടും ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും 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 പോയിട്ട് കുത്തിക്കൊണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? ലൗകിക മനുഷ്യനാണ്. ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പോലും അവന് പറ്റില്ല. അവനിതൊക്കെ വെറും ഭോഷത്വമാണ്, വിഡ്ഢിത്തമാണ്. ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. നിങ്ങൾ പുറകെ നടന്ന് പറച്ചിൽ നിർത്തിയിട്ട് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പറയണ്ട. പറഞ്ഞാലൊന്നും ഈ കാലത്ത് വലിയ കാര്യമൊന്നുമില്ല. ഉപദേശം കൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. അത്രയും സമയം കൂടി തമ്പുരാൻ്റെ മുമ്പിൽ ആ വ്യക്തി ആ ജീവിതത്തെ സമർപ്പിച്ചിട്ട് കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, അതിന് മുമ്പേ കാര്യം നടക്കും. ചിലപ്പോൾ മരിക്കുന്നവരെ ഉപദേശിച്ചാലും മാറിയില്ലെന്ന് വരും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നിൻ്റെ പ്രാർത്ഥനയുടെ ഫലം കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ വിളിക്ക്. കർത്താവ് പറയും, നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം. നിന്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ, നിന്റെ ബുദ്ധിക്കതീത കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. കണ്ടോ, കർത്താവ് പറഞ്ഞതാ. നീ എന്നെ വിളിച്ചാൽ മതി. നീ പുറകെയാണെന്ന് പറയണ്ട. അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പുറകെ നടന്ന് ഇങ്ങനെ പോ കർത്താവിനെ വിളിക്ക്, ഈശോയെ വിളിക്ക്, സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, രക്ഷ കിട്ടും എന്നൊക്കെ പുറകെ നടന്ന് പറച്ചിൽ നിർത്തിയിട്ട് നിങ്ങൾ കർത്താവിനെ വിളിക്ക്. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമോ അവരെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ദൈവം ഇടപെടുന്നത് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ന് വരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാദം. ചില അച്ഛാ എത്ര നാളെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്? എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവ് കരുണ കാണിക്കുന്നത് വരെ. അണ്ടിൽ സംതിങ് ഹാപ്പൻസ് എന്ന് വരെ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്, എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലേലും നമ്മുടെ ആത്മാവ് അതിനുള്ളിൽ വിശുദ്ധീകരിക്കപ്പെടും. കാരണം എന്താ? നമ്മൾ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ 25 വർഷമായിട്ട് ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താവ് മാനസാന്തരപ്പെട്ടില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചാ അതായിരുന്നു ദൈവം ആഗ്രഹിച്ചെങ്കിലോ? 25 വർഷം കൊണ്ട് ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, എന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചു, എൻ്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ ഭർത്താവിനൊരു മാറ്റം ഉണ്ടായില്ല, എൻ്റെ അപ്പനും അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വർഗം എന്നെ ചില കാര്യങ്ങൾ ഇതിലൂടെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിൽ പറയാം ഹല്ലേലൂയ. ഉണ്ട്. മറിയം പറഞ്ഞു, കർത്താവ് 4-ാം ദിവസം ദുർഗന്ധം വമിക്കുന്നുണ്ട്, ബുദ്ധി കൊണ്ട് നടക്കുന്ന കാര്യമില്ല. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഒന്നും പറഞ്ഞില്ല. മോളെ ബിലീവ്, വിശ്വസിക്ക്, കണ്ണും പൂട്ടി വിശ്വസിക്ക്. നമുക്കൊരു ദൈവമുണ്ട്. കല്ലറകളെ വേദിച്ച കർത്താവ്, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, 38 വർഷം ബത്സേദ കുളക്കടവിൽ തളർന്നു കിടന്ന തളർവാദ രോഗിയെ ജീവനോടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുക. ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊരു ദൈവം ഉണ്ടെന്ന് എന്താ വിശ്വസിച്ചാൽ ആ കർത്താവിന് വചനം പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലും കാണാൻ തുടങ്ങും.